ഞാൻ പുതുതായിട്ട് തുടങ്ങിയ ഒരു ഹോബിയാണ് ഈ ക്രോഷ്യ. ഒരു 1 വീക്കൊക്കെ ആയി കാണുമേ. ഇത് 218 സംതിങ്ങിന് ആമസോണിൽ നിന്ന് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് വാങ്ങിച്ച ഒരു ക്രോഷ്യ കിറ്റാണ്. ഒരു 1 to 2 months മുമ്പ് ഞാൻ തന്നെ എൻ്റെ ആമസോണിലെ കാർട്ടിൽ ആഡ് ചെയ്തിട്ട് വെച്ച ഒരു പ്രൊഡക്റ്റാണ് ഇത്. ഇതെൻ്റെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ഈ ക്രോഷ്യ മേക്കിങ്ങിൻ്റെ വീഡിയോസ് മാത്രമേ വരത്തുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എന്തോ ഞാൻ ചുമ്മാ തപ്പിപ്പോയിട്ട് എടുത്തിട്ടതാണ്. പക്ഷെ ഇത് വാങ്ങണമെന്നൊന്നും എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. കാരണം ഇതിൻ്റെ ABCD കൂടി എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മാസം തുടക്കത്തിൽ ഒരു സാധനം ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ആങ്ങളായി എൻ്റെ ആമസോൺ അക്കൗണ്ട് ചോദിക്കുന്നത്. വാഴ 2 കണ്ടതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. അവൻ ആ ഓർഡർ ചെയ്ത സാധനത്തിൽ കൂടെ ഇതിൻ്റെ ഞാൻ വിഷ് ലിസ്റ്റിലിട്ട് വെച്ച ഈ ഒരു ക്രോഷ്യ സെറ്റും കൂടെ ഓർഡർ ചെയ്ത് തന്നു. എന്താണെങ്കിലും സാധനം കൈ കിട്ടി. എന്നാൽ പിന്നെ അതും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഈ ഒരു ഫ്ലവർ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. ഒട്ടും കോൺഫിഡൻസ് ഇല്ലാണ്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ ഏകദേശം ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലൊക്കെ കിട്ടിയപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നി, കുറച്ച് കോൺഫിഡൻസും വന്നു. ഇനി കുറച്ചുകൂടെ വലുത് എന്തെങ്കിലും ഉണ്ടാക്കാം എന്നോർത്തിട്ടാണ് ഈ കുരിശിൻ്റെ മോഡലിലുള്ള ബുക്ക് മാർക്ക് ഉണ്ടാക്കുന്നത്. ഇത് ഞാനാണെങ്കിൽ ക്രോഷ്യയുടെ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് എപ്പോഴോ കണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്കിത് ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ സേവ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ നോക്കി അതുപോലെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. ആദ്യമേ പറഞ്ഞല്ലോ ഞാനൊരു ബിഗിനറാണ്. ഇതിൻ്റെ ബേസിക് കൂടി അറിയാണ്ടാണ് ഞാൻ ഈ ക്രോഷ്യ സ്റ്റാർട്ട് ചെയ്തത്. അത്രയൊക്കെ പെർഫെക്ഷൻ ഇതിൻ്റെ വിചാരിച്ചാൽ മതി കേട്ടോ. പക്ഷേങ്കിൽ ഒട്ടും പെർഫെക്ഷൻ ഇല്ലെങ്കിൽ കൂടിയും എനിക്ക് ഈ ഒരു വർക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് തരുന്ന ഒന്നായിരുന്നു. പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ. സോ പ്രാക്ടീസ് ചെയ്ത് നമുക്കിത് ബെറ്ററാക്കി എടുക്കാൻ പറ്റുമായിരിക്കും. ഈ ഒരു ക്രോഷ്യ സെറ്റിൻ്റെ കൂടെ വന്ന ഈ ഒരു ഹുക്ക് വെച്ച് ബാക്കിയുള്ള ടൂളൊക്കെ എന്തിനാന്ന് കൂടി എനിക്ക് ആദ്യം അറിയത്തില്ലായിരുന്നു കേട്ടോ. ഒരു ബിഗിനർ ആയത് കാരണമാണോ എന്ന് അറിയത്തില്ല, ഈ ക്രോസ് ഉണ്ടാക്കാനായിട്ട് എനിക്ക് അത്യാവശ്യം നല്ലൊരു സമയം എടുത്തിട്ടുണ്ടായിരുന്നേ. ഈ ഒരു ക്രോസ് ഉണ്ടാക്കുന്ന സമയത്ത് വീഡിയോ എടുക്കണം എന്നൊരു കാര്യം എൻ്റെ മൈൻഡിലേ പോയിട്ടുണ്ടായിരുന്നില്ല. ഇതൊന്ന് പഠിച്ചെടുക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഷേപ്പൊന്നും കറക്റ്റ് കിട്ടുമെന്ന് ഒരു ഉറപ്പും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഏകദേശം കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ഞാൻ ഈ ലാസ്റ്റ് സ്റ്റെപ്പ് മാത്രം വീഡിയോ എടുത്തത്. പിന്നെ കുറേ പ്രാവശ്യം അടിച്ച് പണിതാണ് ഈ ഒരു ഷേപ്പിൽ ഞാനിത് എത്തിച്ചേക്കുന്നത് കേട്ടോ. പക്ഷേ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഒരു സൈഡിൽ ഇച്ചിരി വലിപ്പം കൂടുതലും ഒരു സൈഡിൽ കുറച്ച് വലിപ്പക്കുറവും ഒക്കെ ആയിട്ട് ഇരിക്കുന്നത് കാണാം. ആരുമില്ല, പതിയെ നമുക്കിതൊക്കെ ശരിയാക്കി എടുക്കാമല്ലോ. എന്താണെങ്കിലും എനിക്ക് ഈ പരിപാടി ഇഷ്ടപ്പെട്ടു. ഒരു പുതിയ ടാലൻറ്റ് ബിൽഡപ്പ് ചെയ്യുക മാത്രമല്ല, എൻ്റെ സ്ക്രീൻ ടൈം നല്ല രീതിക്ക് എനിക്ക് കുറയ്ക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. വെക്കേഷൻ ടൈമിലൊക്കെ പിള്ളേർക്ക് ഇതൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുത്തോ അവർ മൊബൈലൊക്കെ യൂസ് ചെയ്യാതൊക്കെ ഇരിക്കുമായിരിക്കും. നെക്സ്റ്റ് ടൈം ഞാൻ ഈ എന്തെങ്കിലും ഇത് വെച്ച് ഉണ്ടാക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അതിൻ്റെ വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ. എന്തായാലും ഞാൻ ഉണ്ടാക്കും, കാരണം എനിക്ക് ഈ പരിപാടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ സജഷൻസും ഇത് ബെറ്റർ ആക്കാനായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. നെക്സ്റ്റ് ഇതും കൊണ്ട് എന്താണ് ഉണ്ടാക്കേണ്ടതെന്നും കൂടെ പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ടാറ്റാ.